സിനിമാ സമരവുമായി ബന്ധപ്പെട്ട ഫിലിം ചേംബർ സർക്കാരുമായി ചർച്ച നടത്തും. ഈ മാസം 10-ന് ശേഷമായിരിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ചർച്ച. ഇതിനുശേഷം സൂചനാ സമരം നടത്തുന്നതിൽ തീരുമാനമെടുക്കുമെന്നും ഫിലിം ചേംബർ അറിയിച്ചു. അതേസമയം ജൂണിൽ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ വിജിത ചേരുന്നുണ്ട്. വിജിത, വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്ന് നടത്തിയ യോഗത്തിൽ പ്രധാനമായും തീരുമാനിച്ചത് സൂചനാ പണിമുടക്ക് എന്തായാലും സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക എന്നാണ്. 10-ന് ശേഷം തന്നെ സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് ഫിലിം ചേംബർ തയ്യാറായിരിക്കുകയാണ്. ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും കാലം പറഞ്ഞിരുന്നത് സൂചനാ പണിമുടക്ക് എന്തായാലും ഉണ്ടാകും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സൂചനാ പണിമുടക്കിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് ചേർന്ന ഫിലിം ചേംബർ യോഗത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയിലെ വയലൻസ് ഉറപ്പായും സമൂഹത്തെയും യുവാക്കളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് നടന്ന ഫിലിം ചേംബർ യോഗത്തിൽ പറയുകയുണ്ടായി. എന്നാൽ അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു ഇടപെടൽ നടത്തേണ്ടത് സെൻസർ ബോർഡാണ്. CBFC ആണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ഇടപെടൽ നടത്തേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഫിലിം ചേംബർ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനടക്കം ഇക്കാര്യത്തിൽ നടത്തേണ്ടത് ഒരിക്കലും സിനിമാ സമരമല്ല, ചർച്ചയാണ് വേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഇന്ന് നടന്ന യോഗത്തിൽ അത്തരം വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരുമായുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്നെല്ലാം തന്നെ ഫിലിം ചേംബർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സർക്കാരുമായുള്ള ഒരു സർക്കാരുമായുള്ള ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് പ്രധാനമായും സർക്കാരിനെ ബോധിപ്പിക്കാനുള്ളത്. സിനിമാ മേഖലയിലെ വേതനം അടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സിനിമാ തിയേറ്റർ ഉടമകളുടെ പ്രശ്നങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടായിരിക്കുക. അതിനെല്ലാം ശേഷം സിനിമാ മേഖലയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമാണ് സൂചനാ പണിമുടക്കുമായി മുന്നോട്ട് പോകൂ എന്നുള്ളൊരു കാര്യം കൂടി ഫിലിം ചേംബർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ജൂൺ 1 മുതലുള്ള സിനിമാ സമരം ഉറപ്പായിട്ടും അതുപോലെ തന്നെ ഉണ്ടാകും. എന്നാൽ സൂചനാ പണിമുടക്കിന്റെ കാര്യത്തിൽ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഫിലിം ചേംബർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹരിത, ശരി, വിജയയാണ് വിവരങ്ങൾ നൽകിയത്.